ആർട്ടിസ്റ്റായിട്ട്. അന്ന് അദ്ദേഹം ഞാനിങ്ങനെ ഈ ചൂളം വിളിക്കുമ്പോൾ എന്നെ അടുത്ത് വിളിച്ചു. പാടാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പാടാറുണ്ട് സാർ. എനിക്കന്ന് രഞ്ജിത്ത് സാറിനെ അറിയാമെന്നല്ലാതെ നമ്മളിങ്ങനെ സിനിമ ഒരു ഭ്രാന്തുള്ളതുകൊണ്ട് അന്ന് രഞ്ജിത്ത് സാറിന് അത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു 2 വരി. അപ്പോൾ ഞാനന്ന് അദ്ദേഹത്തെ ആ ഒരു പാട്ട് അന്ന് ഇതേപോലെയല്ല, അന്ന് നന്നായിട്ട് ചെയ്യും. പിന്നെ ഇതേ രഞ്ജിത്ത് സാറ് അസുരവംശത്തിൻ്റെ സെറ്റിൽ പടത്തിൽ ഈ ഒരു മാർക്കറ്റാണ് ചിത്രീകരിക്കുന്നത്. അവിടെയുള്ള പോട്ടർമാരായിട്ട് ഉള്ള കുറേ ആൾക്കാരുടെ 2-3 പേര് ഞാനും എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ മനോജ് കെ ജയനും ബിജു മേനോനും തമ്മിലൊരു സീനിൽ മഴ പെയ്യുന്ന ഒരു സീനുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇത് 2-3 ഫയർ എഞ്ചിനൊക്കെ വെച്ച് മഴ കൃത്യമായിട്ട് പെയ്ക്കാണ്. ഇതിൽ ലയിച്ച് പോയിട്ട് എൻ്റെ മനസ്സിൽ മഴക്കാലം തന്നെയാണ്. അപ്പോൾ ഈ ഫയർ സർവീസിൻ്റെ ടീമുകളാണ് മഴ പെയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ മഴക്കാലം തന്നെ മനസ്സിൽ. അപ്പോൾ ഈ പോർട്ടർ വേഷത്തിന് മുമ്പ് ധരിച്ചിരുന്ന ഡ്രസ്സൊക്കെ കുറച്ച് മാറ്റി ഒരു മൂലയിൽ വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സെല്ലാം നനഞ്ഞു പറ്റില്ല, ഇപ്പോൾ നാട്ടിൽ തിരിച്ചു പോകേണ്ടത്. ഇത് പറഞ്ഞ സമയത്ത് ഇത് കേട്ടിട്ട് രഞ്ജിത്ത് സാർ ചിരിക്കുകയും ചെയ്തു. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ ഷൂട്ടിലില്ലാത്ത സമയത്ത് മാറി നിൽക്കുന്ന സമയത്തൊക്കെ ഈ മഴ കൊണ്ട് നനയുന്നുണ്ട്. ആ സമയത്ത് രഞ്ജിത്ത് സാറ് നമ്മുടെ പ്ലാസ്റ്റിക് കവറുണ്ട് സെറ്റിലുള്ള നല്ല ഫ്രഷായിട്ടുള്ള 2 കവറ് തന്നിട്ട് എൻ്റെ തലയിലിട്ട് നനയണ്ടെന്ന് പറഞ്ഞു. ആ വലിയൊരു മനുഷ്യൻ, ഒന്നുമല്ലാത്തൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള എനിക്ക് എന്നെ കണ്ടിട്ട് എന്തോ അദ്ദേഹത്തിന് ചെറിയ ഒരു ഖേദം തോന്നിയിട്ടുണ്ടാവും. ഇതൊക്കെ എന്തെങ്കിലും നേരിട്ട് അദ്ദേഹത്തെ കണ്ടാൽ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അതിനുള്ളൊരു അവസരമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാലത്തെ എൻ്റെ പ്രാർത്ഥനയായിരുന്നു, പഠിച്ചവനെ സിനിമയിൽ ചെറിയൊരു വേഷം എന്തെങ്കിലും ലഭിക്കണേ, തരണേ എന്നൊക്കെ.